ദാരിദ്ര്യം ഭാഗ്യമാകുമോ? സ്വാഗതം, വന്ദനം, നമസ്കാരം. 2-3 ദിവസങ്ങൾക്ക് മുൻപ് സഭകളെ നരകത്തിലാക്കുന്ന വിശ്വാസികൾ എന്ന ശീർഷകത്തിൽ ഏവരുമായി പങ്കിട്ട വീഡിയോയിൽ ഭാഗ്യവചനങ്ങളെപ്പറ്റി ഞാൻ പരാമർശിച്ച കൂട്ടത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും, ഇപ്പോൾ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യവും പരാമർശിച്ച് നടത്തിയ ചില പ്രസ്താവനകൾ ചിന്താക്കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതിൽ പ്രത്യേകിച്ച് സാം ജോൺ എന്ന് പറയുന്ന, ഞാൻ വളരെയധികം വിലമതിക്കുന്ന നമ്മുടെ ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ വളരെ സക്രിയമായി, ശ്രദ്ധയോടെ, താല്പര്യത്തോടെ, അച്ചടക്കത്തോടെ, പ്രതീക്ഷയോടെ പങ്കെടുക്കുന്ന, ഞാൻ വളരെയധികം വാത്സല്യത്തോടെ എപ്പോഴും ചിന്തിക്കുന്ന സാം നടത്തിയ പ്രതികരണമാണ് പ്രധാനമായും ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. സാമിൻ്റെ കാഴ്ചപ്പാടിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇപ്പോൾ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് യേശു പറയുമ്പോൾ അതിൽ ഭൗതികമായ ദാരിദ്ര്യം ഉൾക്കൊള്ളുന്നില്ല എന്നത് അദ്ദേഹത്തിന് വ്യക്തമാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, അഭിപ്രായ വ്യത്യാസം വളരെ ആരോഗ്യപരമാണ്, നല്ലതാണ്, ആവശ്യമാണ്. എല്ലാവരും എപ്പോഴും ഒന്നുപോലെ ചിന്തിക്കുന്നത് ഒട്ടും ഉചിതമല്ല, അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ഇടയിൽ തികച്ചും ആവശ്യമായ ഒരു കാര്യമാണ് അഭിപ്രായ വ്യത്യാസം. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസം അതിൽ കടിച്ചു തൂങ്ങി കിടപ്പാനുള്ളതല്ല. പിന്നെയോ അത് നമ്മുടെ പുതുതായ അന്വേഷണത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്ന ഒരാഹ്വാനമായിട്ടാണ് ഞാൻ സാധാരണ പരിഗണിക്കാറ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അതിനെ അപേക്ഷിച്ച് ചില ചിന്തകൾ കൂടെ അവരുമായി പങ്കിടുന്നത് ഉചിതമാണ്, ആവശ്യമാണ്, അഭികാമ്യമാണ് എന്നെനിക്ക് തോന്നുവാനിടയാകും. അതുകൊണ്ട് ഇപ്രകാരം പ്രതികരിച്ച സാമിനോടുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി, വാത്സല്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് സംബന്ധമായ കുറച്ചുകൂടെ വ്യക്തമായ ചിന്തകൾ അദ്ദേഹത്തോടും ഏവരോടും കൂടെ ഈ വീഡിയോയിൽ കൂടെ പങ്കിടുവാൻ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടെ ശ്രമിച്ചുകൊള്ളട്ടെ. ദാരിദ്ര്യത്തെപ്പറ്റി, ഭൗതികമായ ദാരിദ്ര്യം, ആത്മീയമായ ദാരിദ്ര്യം, ഇവയെപ്പറ്റി ക്രിസ്തീയ വിശ്വാസികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ധാരണ, ഞാനതിനെ തെറ്റിദ്ധാരണ എന്ന് മനഃപൂർവ്വം പറയാത്തതാണ്, ഒരു ധാരണ. ആത്മീയമായ ദാരിദ്ര്യം ഒരു പ്രശ്നമാണ്, പക്ഷേ ഭൗതികമായ ദാരിദ്ര്യം അത്ര പ്രശ്നമുള്ളതല്ല. അല്ലെങ്കിൽ ഭൗതികമായ ദാരിദ്ര്യത്തെപ്പറ്റി ആത്മീയമായി പ്രത്യേകിച്ച് കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധയും മുൻഗണനയും ആത്മീയമായ ദാരിദ്ര്യത്തിനെ പറ്റി ആയിരിക്കണം. അതുകൊണ്ട് യേശു എപ്പോഴെങ്കിലും ദാരിദ്ര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മീയമായ ദാരിദ്ര്യത്തെപ്പറ്റി മാത്രമാകുവാനേ സാധ്യമാകുകയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി ഇപ്പോൾ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ അവിടെ ഭൗതികമായ ദാരിദ്ര്യം ഉണ്ട്, അതാണ് പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്നത് എന്നതിനെപ്പറ്റി വേണ്ടത്ര വ്യക്തതയുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ല എന്ന് ധരിക്കുന്ന ആളുകളോട് ചേർന്ന് നിന്നുകൊണ്ട് അതിന് അല്പം പോലും എന്താണ് പറയുന്നത്, അതൃപ്തിയോ പ്രയാസമോ ഉള്ളിൽ അനുഭവിക്കാതെ നമുക്കിതിനെപ്പറ്റി തുറന്ന മനസ്സോടെ ഒന്ന് അന്വേഷിക്കാം. ക്രിസ്തു മതത്തിൽ, ഞാൻ ക്രിസ്തു മാർഗത്തെ പറ്റിയല്ല പറയുന്നത്, ക്രിസ്തു മതത്തിൽ കടന്നുകൂടിയ ഒരു ചിന്ത ഈ ഡ്യൂവലിസം എന്ന് പറയും. ഡ്യൂവലിസം, അതായത് ദൈവവും ലോകവും, ജഡവും ആത്മാവും,
ഇവ പരസ്പര വിരുദ്ധമായ ഘടകങ്ങളാണ് എന്നുള്ള ചിന്തയാണ്. ഇതിനാണ് ഡ്യൂവലിസ്റ്റിക് വേൾഡ് വിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ യേശുവിൻ്റെ ദർശനത്തെ, പഠിപ്പീരുകളെ, കാഴ്ചപ്പാടിനെ, സമീപനത്തെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും, ഇങ്ങനെ ഡ്യൂവലിസ്റ്റിക്കായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിരുന്നില്ല യേശുവിൻ്റെ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയവും ഭൗതികവും പരസ്പര പൂരിതമായ ഘടകങ്ങളാണ്. ഒന്ന് മറ്റതിലേക്ക് നിരന്തരം പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ പ്രവാഹം ഒരു ദിശയിലേക്ക് മാത്രമാകുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ ഭൗതികമായത് ആത്മീയമായതിലേക്കും ആത്മീയമായത് ഭൗതികമായതിലേക്കും നിരന്തരം പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ജീവൻ നിൽക്കുന്നത് ശരീരത്തിൽ നിരന്തരമായ രക്തപ്രവാഹമുള്ളത് കൊണ്ടാണ്. ഹൃദയത്തിൽ നിന്നും ഈ രക്തപ്രവാഹം ഉള്ളത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഭൗതികമായത് ആത്മാവിലേക്കും ആത്മീയമായത് ഭൗതികമായതിലേക്കും നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആത്മീയമായ ജീവൻ ഉടലെടുക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ് ദൈവം തൻ്റെ ശ്വാസമൂതി ആദാമിന് ജീവൻ നൽകി എന്ന് ആദ്യ പുസ്തകത്തിൽ പറയുന്നത്. അതൊരു പ്രവാഹമാണ്. അങ്ങനെ ദൈവം ഊതിയതിനാൽ ജീവിക്കുന്ന ദേഹിയായി തീർന്ന മനുഷ്യൻ, അവൻ ദൈവത്തിലേക്ക് തിരിച്ച് ഉള്ള ഒരു പ്രവാഹമായി ആജീവനാന്തം പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന സുപ്രധാനമായ ഒരു ആത്മീയമായ വെളിപ്പെടുത്തൽ അവിടെ ഉണ്ടായെങ്കിലും അത് വേണ്ടതുപോലെ തിരിച്ചറിയുവാനോ എല്ലാവരെയും ധരിപ്പിക്കുവാനോ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമം നടന്നിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, ജീവൻ്റെ മർമ്മമായ ആദ്യ പുസ്തകത്തിൽ കാണുന്നത് ദൈവം ഭൂമിയിലെ മണ്ണ് കൊണ്ട് ആദാമിനെ മെടഞ്ഞുണ്ടാക്കി. അവന് ജീവനില്ലാത്ത ഒരു ദേഹം മാത്രമായിരുന്നു. അപ്പോൾ ദൈവം അവൻ്റെ മൂക്കിലേക്ക് തൻ്റെ ശ്വാസമൂതി. അതൊരു പ്രവാഹമാണ്, നമുക്കറിയാം, പ്രവാഹമാണ്. ആ പ്രവാഹം, അതായത് ആത്മീകമായത് അഭൗമമായത് ഭൗതികതയിലേക്ക് പ്രവഹിച്ചപ്പോൾ ആ ഭൗതികമായതിൽ ജീവൻ നാം എടുത്തു, ജീവൻ ഉത്ഭവിച്ചു. അങ്ങനെ ഉത്ഭവിക്കുന്ന ജീവൻ, അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? തിരിച്ച് ദൈവത്തിലേക്കുള്ള പ്രവാഹമായി ആജീവനാന്തം ജീവിക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതം എന്നാൽ എന്താണ്? വിശ്വാസ ജീവിതം എന്നാൽ എന്താണ്? ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള നിരന്തരമായ പ്രവാഹമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം. ഇങ്ങനെ മനസ്സിലാക്കുകയോ പ്രായോഗികമായി അത് അനുഭവത്തിൽ കൊണ്ടുവരികയോ ചെയ്യാത്തത് കൊണ്ടാണ് പലവിധമായ തെറ്റിദ്ധാരണകളും മനുഷ്യ ചിന്തകളിൽ, അവസ്ഥകളിൽ, പ്രത്യേകിച്ച് മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് ഹ്രസ്വമായി മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. കൂടുതൽ വിശദീകരിച്ചാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട മർമ്മമാണ്. ഇത് മനസ്സിലാക്കാതെ സാം ഉന്നയിച്ച ഈ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ പ്രശ്നത്തിന് വേണ്ട വ്യക്തതയോടെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധ്യമാകുകയില്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ സാമിനോടുള്ള എൻ്റെ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. കാരണം അപ്രകാരമുള്ള ഒരു എതിർപ്പ് സാം എന്നെ അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് ഇടവരുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വിയോജിപ്പിനെ വളരെ അധികം മാനിക്കുന്നു എന്ന് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ആത്മാവും ഈ ഭൂമിയുടെ മണ്ണും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണെന്ന് തോന്നുമ്പോഴും ഒന്ന് മറ്റതിലേക്ക് നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ബ്ലഡ് സർക്യുലേഷൻ എന്ന് പറയുന്നത് പോലെ ആത്മാവിൻ്റെ, ദൈവത്തിൻ്റെ ശ്വാസമെന്ന് പറയുന്ന ആത്മാവിൻ്റെ ഒരു സർക്യുലേഷനാണ് നമ്മുടെ ആത്മീയ ജീവിതം. ബ്ലഡ് സർക്യുലേഷൻ നമ്മുടെ ഭൗതിക ശാരീരിക ജീവനെ നിലനിർത്തുന്നത് പോലെ ഈ ആത്മീയമായ പ്രവാഹം നമ്മുടെ ആത്മാവിൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുന്നു. അതിന് അനിവാര്യമാണ്, അതിൻ്റെ അടിസ്ഥാന മർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്യൂവലിസ്റ്റിക് തിങ്കിങ് എന്നുള്ളത് ഈ ആത്മീയമായ ദർശനത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് ഞാൻ
സവിനയം ഏവരെയും എൻ്റെ തിരിച്ചറിവായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇനി നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എന്താണ് പറയുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു. അതൊരു പ്രവാഹമാണ്. വചനം എന്ന് പറഞ്ഞാൽ അഭൗമമായത്. അതിന് വചനം എന്ന ആശയം അതിൽ തന്നെ വാസ്തവത്തിൽ വളരെയധികം വിശദീകരിക്കാനുണ്ട്. അതൊരു ഗ്രീക്ക് കോൺസെപ്റ്റാണ്. ക്രിസ്ത്യാനികൾക്കറിയാൻ വയ്യാത്ത കാര്യം, ഈ ഗ്രീക്ക് കോൺസെപ്റ്റ് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ശരിക്കും മനസ്സിലാക്കാതെ ഏത് അർത്ഥത്തിലാണ് സുവിശേഷകൻ ഇപ്രകാരം അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നൊരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് മറ്റൊരു തരുണത്തിലായിക്കൊള്ളട്ടെ. അപ്പോൾ അഭൗമമായ വചനം ഭൗമമായ ജഡത്തിലേക്ക് പ്രവഹിച്ചു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ഈ കൃപയും സത്യവും നിറഞ്ഞ് മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നത് അത് ദൈവത്തിലേക്കുള്ള പ്രവാഹമാണെന്ന് തിരിച്ചറിയുന്നില്ല. അതാണ് ഈ പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. നാം എങ്ങനെയാണ് ദൈവത്തിലേക്കായിത്തീരുന്നത്? നാം എങ്ങനെയാണ് ദൈവത്തിലായിത്തീരുന്നത്? ദൈവത്തിൽ പോയൊരു നമ്മുടെ വീടിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നത് പോലെ അല്ല ദൈവത്തിലാകുക എന്ന് പറയുന്നത്. ബീയിങ് ഇൻ ഗോഡ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. എൻ്റെ അർത്ഥം യേശുവിൻ്റെ എവിടെയെങ്കിലും അടുത്ത് പോയി മറഞ്ഞിരിക്കണമെന്നാണോ? അങ്ങനെയല്ല. അവനിൽ വസിച്ച് അവനെപ്പോലെ ഒരാത്മീയമായ പ്രവാഹമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ ഫലം കായ്ക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മർമ്മം ഈ ഒരു നിരന്തരമായ പ്രവാഹമായിരുന്നു. ഈ പ്രവാഹത്തിൻ്റെ അർത്ഥം തന്നെ ഡ്യൂവലിസം, അല്ലെങ്കിൽ രണ്ടും രണ്ട് ഘടകമാണ്, ഇതിനെ വേർതിരിച്ച് ചിന്തിക്കണം എന്ന ഈ ഒരു ദർശനത്തെ, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ, ഈ ഒരു സങ്കല്പത്തെ 100% അസ്ഥിരപ്പെടുത്തുന്നതാണ്, അസാധുവാക്കുന്നതാണ്, റദ്ദ് ചെയ്യുന്നതാണ്. ദയവായി മനസ്സിലാക്കുക. അങ്ങനെ ഉള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് വിവിധ തരത്തിലുള്ള പരസ്പര പൊരുത്തമില്ലാത്ത കാഴ്ചപ്പാടുകൾ മനുഷ്യൻ സൃഷ്ടിച്ചതിനെ മുഴുവനും യേശു അതിജീവിച്ച്, പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേർപാടിൻ്റെ നെടുഞ്ചുവരുകൾ ഇടിച്ചു കളയുവാനായി യേശു തത്രപ്പെട്ടു എന്ന് പറയുന്നത്. ഈ വേർപാട് എന്ന് പറയുമ്പോൾ ഡ്യൂവലിസമാണ്. ഒരു ഘടകം അവിടെ, ഒരു ഘടകം ഇപ്പുറം. ഇവിടെ ഒരു മതിലുണ്ട്, ആ മതിലിൻ്റെ ഇപ്പുറത്തൊരു ഘടകം, അപ്പുറത്തൊരു ഘടകം. എനിക്കിപ്പോൾ 2 കൈയുണ്ട്, ഈ 2 കൈയും തമ്മിൽ അടുത്തുകൂടാ. ഇവിടെ നടുവിലൊരു മതിൽ വേണം. അപ്പോൾ ആ മതിൽ അകറ്റി നിർത്തിയെങ്കിലേ ഈ 2 കൈയും തമ്മിൽ സമാധാനമാകുകയുള്ളൂ എന്ന ധാരണയാണിത്. ഇപ്പോൾ യഹൂദനും ശമരിയക്കാരനും ഒരിക്കലും അടുത്തുകൂടാ, കണ്ടുകൂടാ, മിണ്ടിക്കൂടാ, സഹകരിച്ചുകൂടാ, തീണ്ടലാണ്. അപ്പോൾ യഹൂദനും ശമരിയക്കാരനും മധ്യേ ഒരു മതിലുണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും മധ്യേ ഒരു മതിലുണ്ട്. മതപരമായ ഈ വിശുദ്ധന്മാരും പാപികളായ സാധാരണക്കാരും ഇടയിൽ ഒരു മതിലുണ്ട്. ചുങ്കക്കാരും പരീശന്മാരുടെയും മധ്യത്തിലൊരു മതിലുണ്ട്. അങ്ങനെ മറ്റും മതിലുകൾ. അതുകൊണ്ടാണ് ഇപ്പോൾ മതിലെ കിളിച്ച ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതുകൊണ്ടായിരിക്കും എന്ന് ഞാനങ്ങ് വിചാരിച്ചു പോവുകയാണ്. ഈ മതിലുകൾ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഓരോ സഭയും അതിൻ്റെ നിലനിൽപ്പ് തന്നെ അവർ സൃഷ്ടിക്കുന്ന മതിലിനുള്ളിലാണ്. ഈ മതിൽ പൊളിച്ചു കളഞ്ഞാൽ സഭകൾ അന്നേരമേ നീരാവിയായി അപ്രത്യക്ഷമാകും, നിലനിൽപ്പുണ്ടാകുകയില്ല. അതുകൊണ്ട് സഭകൾ ആശ്രയിക്കുന്നത് യേശുവിനെയല്ല, മതിലുകളെയാണ് എന്ന് ഞാൻ വളരെ വിനയത്തോടെ, അതേസമയം ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ പറയുകയാണ്. ഏതെങ്കിലും ഒരു സഭ, ആ സഭ സൃഷ്ടിച്ച മതിലുകൾക്ക് അപ്പുറത്ത്, ഈ മതിലുകളെ ആശ്രയിക്കാതെ, ഈ മതിലുകളെ അതിജീവിച്ച് യേശു നമുക്ക് കാണിച്ചു തന്ന ആ ഒരു മാതൃകയനുസരിച്ച് ഞങ്ങൾ ജീവിക്കും എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമോ ധൈര്യമോ ഉള്ള ഏതെങ്കിലും ഒരു സഭയൊന്ന് കാണിക്കാം. ക്രിസ്തീയ സഭ, യേശുവിൻ്റെ ശരീരമെന്ന് പറയുന്നത്
50,000 കഷ്ണങ്ങളായി നുറുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഡ്യൂവലിസ്റ്റിക് വിഷൻ, നീയും ഞാനും ഒരിക്കലും ഒന്നല്ല. എന്നാൽ ക്രിസ്തീയ ഐക്യം വേണം താനും. പക്ഷേ നീ മർത്തോമക്കാരനാണ്, ഞാൻ CSIക്കാരനാണ്. നീ CSIക്കാരനാണ്, ഞാൻ പെന്തക്കോസ്തുകാരനാണ്. നീ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ കത്തോലിക്കനാണ്. കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ സീറോ മലബാറാണ്. അപ്പുറത്ത് ഹീറോ മലബാറാണ്. ഇപ്പുറത്ത് ലാറ്റിനാണ്. അങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പ്രധാന മർമ്മം, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഘടകം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ ഈ ഡ്യൂവലിസ്റ്റിക് ഭ്രാന്താണ്, ഡ്യൂവലിസ്റ്റിക് ഇൻസാനിറ്റി. ഇത് മനസ്സിലാക്കാതെ നമുക്ക് ഒരു വിധത്തിലും ആത്മീയമായ ഒരു വ്യക്തത പ്രാപിപ്പാൻ സാധ്യമല്ല. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തന്നെ മർമ്മം ഇതാണ് എന്ന് നാം കണ്ടു. ഇനി യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആളുകളുടെ ആത്മീയമായ വിശപ്പ് തീർക്കുന്ന സ്വർഗീയ മന്നയാണ് എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ അവനെ കേട്ടുകൊണ്ടിരുന്ന പുരുഷാരത്തിൻ്റെ വയറ്റിൽ വിശപ്പുണ്ട് എന്ന് തിരിച്ചറിയുവാനും യേശുവിന് കടമയുണ്ടായിരുന്നു. ആത്മാവിൻ്റെ അപ്പം മാത്രമല്ല, വയറിൻ്റെ അപ്പം കൂടെയാണ്. രണ്ടും ഒരുപോലെ ഉണ്ടാകണം. ഇത് രണ്ടും ദൈവത്തിൻ്റെ കരുതലാണ്. ഇത് തമ്മിൽ യാതൊരു പൊരുത്തക്കേടുമില്ല എന്നത് തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രകടമായ സത്യത്തെ സഭകൾ അവഗണിക്കുന്നതെന്ന് ചോദിച്ചാൽ, സഭകൾ കഴിഞ്ഞ കുറഞ്ഞ പക്ഷം 17 നൂറ്റാണ്ടുകളായി അവലംബിച്ചിരുന്ന തന്ത്രം മനുഷ്യരുടെ ശ്രദ്ധ ഈ ലോകത്തിലെ അവസ്ഥയിൽ നിന്ന് പരലോകമെന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് തിരിച്ചുവിട്ട് അവരുടെ ഈ ലോകത്തിലെ അവസ്ഥകളെപ്പറ്റി സഭകൾക്ക് യാതൊരു ചുമതലയും വേണ്ട, അതേസമയം തന്നെ അവർ ഈ ലോകത്തിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യം അതിൻ്റെ 10 തരണം, എന്നാൽ ഈ ലോകത്തിലെ കാര്യമൊന്നും അതിനകത്ത് അർത്ഥമില്ല, പക്ഷേ ഞങ്ങൾക്ക് തരേണ്ട വീതത്തിനർത്ഥമുണ്ട്, ബാക്കിയെല്ലാം ലോകമാണ്, ഭൗതികമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്നാൽ അങ്ങനെ ഭൗതികമായതിന് വിലയില്ലെങ്കിൽ അവിടെ നിന്ന് ഈ 10 വാങ്ങിക്കാതിരുന്ന പോരെ, അതും ചെയ്യത്തില്ല. അപ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ അംശം കൈപ്പറ്റണം, അതേസമയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ചുമതലയും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇതെല്ലാം ഉൾപ്പെടുത്തി മെടഞ്ഞെടുക്കാവുന്ന, ആവിഷ്കരിക്കാവുന്ന ഏറ്റവും എന്താ പറയുന്നത്, സ്മാർട്ടായിട്ട് ക്രുക്കഡായിട്ടുള്ള ഒരു മർമ്മമാണ് മരണാനന്തര ജീവിതം. യേശുവിൻ്റെ പഠിപ്പീര് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഇഹലോക ജീവിതത്തെ പറ്റിയാണ് യേശു പഠിപ്പിക്കുന്നത്. അവർക്ക് ജീവനുണ്ടാകുവാനും സമർത്ഥമായ ജീവനുണ്ടാകുവാനും ഇവിടെ ഈ ലോകത്തിൽ പ്രാർത്ഥനയിൽ കൂടെ പഠിപ്പിച്ചില്ലേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം, നിങ്ങൾ ഈ ലോകത്തിലെൻ്റെ സാക്ഷികളാകണം, നിങ്ങൾ ഈ ലോകത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കണം. ഇത് നമുക്ക് സ്വീകാര്യമല്ല. എല്ലാവരും സ്വർഗത്തിലോട്ട് കണ്ടെന്നിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വലിയ വഞ്ചനയാണ്. യാതൊരു ചുമതലയുമില്ലാതെ ജനങ്ങളുടെ കയ്യിൽ പോക്കറ്റിടത്തക്കവണ്ണം പുരോഗത വർഗം സൃഷ്ടിച്ചു വെച്ച ഒരു വലിയ വഞ്ചനയുടെ കഥയാണിത്. ഇത് തിരിച്ചറിയാതെ നമുക്കൊരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ഭൗതികമായ അവസ്ഥ, അതിനെപ്പറ്റി ദൈവത്തിന് കരുതലുണ്ട്. ഈ ഒരു മർമ്മം തിരിച്ചറിയാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ ഡ്യൂവലിസ്റ്റിക് ആറ്റിറ്റ്യൂഡിന് ഒരു പ്രസക്തിയുമില്ല. യേശുവിൻ്റെ മാർഗത്തിലുള്ള സുവിശേഷത്തിൽ അതില്ല എന്ന് പറയാൻ യാതൊരു മടിയും എനിക്ക്. ഇനിയും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് ധരിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും ദയവായി ഇതിൽ ക്ഷമയോടെ സഹകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
ഭാഗ്യവചനങ്ങൾ ഭാഗ്യത്തെപ്പറ്റിയാണ്, സന്തോഷത്തെപ്പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായും ചോദിക്കാം, ദരിദ്രരായവർ എങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത്? ആത്മാവിൽ ദരിദ്രരായവർ എങ്ങനെയാണ് ഭാഗ്യവാന്മാർ? നമ്മുടെ ധാരണയിൽ ദാരിദ്ര്യം എന്നുള്ളത് ഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥയുടെ ഘടകവിരുദ്ധമാണ്. അരിഷ്ടതയുടെയും സങ്കടത്തിൻ്റെയും പരാതിയുടെയും പരിഭവത്തിൻ്റെയും ശാപത്തിൻ്റെയും അവസ്ഥയാണ് ദാരിദ്ര്യം. എന്നാൽ യേശു പറയുന്നു അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അത് എനിക്ക് മനസ്സിലായ വിധത്തിൽ ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോകുകയാണ്. ഒരു ഉദാഹരണത്തോടുകൂടെ ഞാൻ പറയാം. ഈ ഉദാഹരണം ഞാൻ ഗ്രീക്ക് സാഹിത്യത്തിൽ നിന്നും ദാർശനികതയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളതാണ് എന്ന് വെളിപ്പെടുത്തുവാൻ യാതൊരു മടിയും എനിക്കില്ല. സത്യസന്ധമായ ഒരു സമ്മതമാണത്. ഗ്രീക്ക് അല്ലെങ്കിൽ യവന സംസ്കാരത്തിൽ, യവന ദാർശനികതയിൽ ഭാഗ്യത്തെ അവർ മനസ്സിലാക്കിയ ഒരു വിധം, അതിന് പല വിധങ്ങളിലുണ്ട്. അതിലൊന്ന്, ഒരു അരിഷ്ടത നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു വിടുതൽ വരുമ്പോൾ അവർ സന്തോഷം അല്ലെങ്കിൽ ഭാഗ്യമായി അതിനെ മനസ്സിലാക്കുന്നു. ആധുനികമായ ഒരു ഉദാഹരണത്തിൽ കൂടെ അവതരിപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു നല്ല ചരടെടുത്ത് ഇവിടെ മുറുക്കി കെട്ടുക. ടൂർണിക്കെ എന്ന് മെഡിക്കൽ ഭാഷയിൽ പറയും. ടൂർണിക്കെ, TOURNEQUET, ടൂർണിക്കെ, QUE, ടൂർണിക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ വലിയ പ്രയാസം തോന്നും. എന്നാൽ ആ പ്രയാസം വന്ന് കുറച്ച് കഴിയുമ്പോൾ ആ ചരടൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസം തോന്നും, വലിയ സന്തോഷം തോന്നും. അപ്പോൾ നമ്മെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്ന ഏത് അവസ്ഥയും സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ വിമിഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അരിഷ്ടതയുടെയും അവസ്ഥയാണ്. ചിലർ ഭൗതികമായ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ചിലർ ഭൗതികമായ സമ്പത്ത് കൊണ്ടും ബുദ്ധിമുട്ടുന്നു. രണ്ടുമുണ്ട്. അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും വേണ്ടത് അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള വിടുതലാണ്. ഇപ്പോൾ ഭൗതികമായ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ഭൗതികമായ സമ്പത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് അവരുടെ ആവശ്യം അവസാനിക്കുന്നില്ല, പുതിയൊരാവശ്യം തുടങ്ങുകയാണ്. എന്താണ്? അവർക്കിനി ആത്മീയമായ വിടുതൽ ലഭിക്കണം. അപ്പോൾ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ, നാം ധനവാന്മാരാണെങ്കിലും പണക്കാരാണെങ്കിലും എല്ലാവർക്കും ഒന്നുപോലെ വിടുതൽ ആവശ്യമാണ്. എല്ലാവരും അരിഷ്ടതയിലാണ് കഴിയുന്നത്. എല്ലാവർക്കും ഈ ഭാഗ്യത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു സഭയുടെ ദർശനത്തിൽ, പ്രവർത്തന പദ്ധതിയിൽ ഉണ്ടാകേണ്ടത്, ആ സഭയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതികവും ആത്മീയവുമായ അവസ്ഥയെപ്പറ്റി ആ സഭയിൽ ചുമതലയിരിക്കുന്ന എല്ലാവർക്കും ഒരു ചിന്തയും അറിവും ബോധവും ചുമതല ബോധവും ഉണ്ടാകണം. പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാകണം. അതേസമയം തന്നെ പണക്കാരുടെ കാല് പിടിക്കാതെ, അവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാതെ ധൈര്യമായി അവരുടെ മുഖത്ത് നോക്കി പറയണം, നീയും അരിഷ്ടതയിലാണ്. ലൗദോക്യ സഭയോട് ദൂതൻ പറയുന്നത് പോലെ, നീ വലിയ ധനാഠ്യനൊക്കെയാണ്, പക്ഷേ നീ നഗ്നനാണെന്നും അന്ധനാണെന്നും നീ അറിയുന്നില്ല. നിൻ്റെ ഈ വലിയ സമ്പത്തിൻ്റെ മധ്യത്തിൽ നീ അനുഭവിക്കുന്ന ആത്മീയമായ ദാരിദ്ര്യം എത്ര ഘോരമാണ് എന്ന് നീ അറിയുന്നില്ല എന്ന പ്രവാചക ശബ്ദത്തിൽ ഒരു പ്രസ്താവന നടത്തുവാൻ ഇന്ന് സഭയ്ക്ക് ധൈര്യമില്ല. ഞാൻ ഒരിക്കൽ കോട്ടയം കൺവെൻഷന് പ്രസംഗിക്കാനായി വന്നപ്പോൾ, അന്ന് സാം മാത്യു തിരുമേനിയാണ് എൻ്റെ ഇടവക പരമാധികാരി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് എല്ലാ ബിഷപ്പന്മാരും കൂടെ പോയി മദ്യനിരോധനത്തിന് വേണ്ടി ഒരു പ്രകടനം നടത്തുകയും ഒരു പ്രസ് കോൺഫറൻസ് നടത്തുകയും മുഖ്യമന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, തിരുമേനി മധ്യകേരള ഡയസസ് തിരുമേനിയുടെ കീഴിലാണല്ലോ, മദ്യം കുടിക്കുന്ന ഇത്ര മോശമാണെന്ന് തിരുമേനിക്ക് യഥാർത്ഥത്തിൽ ബോധ്യമുണ്ടെങ്കിൽ
ഒരു തീരുമാനമെടുത്തുകൂടെ? അതായത് ഈ മധ്യകേരള CSI മധ്യകേരള ഡയസിസിലെ ഒരു പള്ളിയിലും അതിൻ്റെ കമ്മിറ്റിയിൽ കള്ള് കുടിക്കുന്നവർക്ക് അംഗത്വം ഉണ്ടാകുകയില്ല എന്നൊരു തീരുമാനമെടുത്ത് എല്ലാ സഭകളെയും ഒന്ന് അറിയിച്ചുകൂടെ? അയ്യോ, അത് പറ്റില്ല. കാരണം ഓരോ സഭയ്ക്കും ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് നല്ലതായിട്ട് മദ്യപിക്കുന്നവരാണ്. ഇത് സാം മാത്യു തിരുമേനി എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ആ ഒരവസ്ഥ അത് സഭയുടെ ദാരിദ്ര്യമാണ്, തെണ്ടിത്തരമാണത്. അപ്പോൾ മറ്റുള്ളവർ ഇത് ചെയ്യണം, ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല, കുരങ്ങിനെ കൊണ്ട് ചൂട് പായസം വായിപ്പിക്കാം എന്ന് പറയുന്ന പരിപാടി. അവൻ പറഞ്ഞു വന്നത്, ദയവായി മനസ്സിലാക്കുക, മനുഷ്യൻ്റെ ശാരീരികവും ഭൗതികവുമായ അരിഷ്ടത, അതുപോലെ തന്നെ അവൻ്റെ ആത്മീയമായ അരിഷ്ടത രണ്ടും മാറ്റപ്പെടേണ്ടതാണ്. ഇത് രണ്ടും മനുഷ്യർക്ക് നല്ലതല്ല. എന്നാൽ ഇപ്പോൾ ശാരീരിക അല്ലെങ്കിൽ ഭൗതികമായ ദാരിദ്ര്യത്തിൽപ്പെട്ട് ഉഴലുന്ന ജനമേ, നിങ്ങൾ പ്രത്യാശ കൈവിടരുത്. നിങ്ങൾക്കും ഭാഗ്യ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ അവകാശമുണ്ട്. അതിൻ്റെ വാതിലിതാ തുറക്കപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വാതിലാകുന്നു. എന്താണ് ഈ വാതിൽ? ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് കടന്നു ചെല്ലാനുള്ള പ്രവേശനം വഴിയാണ്, വാതിലാണ് യേശു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതാ ഒരു അവകാശം യാഥാർത്ഥ്യമായിരിക്കുന്നു. അല്ലാതെ ഞാൻ അയ്യോ ഇങ്ങനെ ജനിച്ചു പോയല്ലോ, എൻ്റെ പൂർവ്വകാല ജന്മത്തിൻ്റെ ശാപമാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് ഒരു വിടുതലും ഉണ്ടാകത്തില്ലേ, എൻ്റെ വരുന്ന തലമുറ ഇങ്ങനെ ആയിപ്പോകുമേ എന്നിരുന്ന് മോങ്ങുന്നതിനേക്കാൾ അർത്ഥവത്തായൊരു സമീപനം, ഞാനും ഈ ഭാഗ്യത്തിന് അവകാശിയാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മേൽത്തരമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശം ഇതാ എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ പ്രവേശിക്കുവാനുള്ള വാതിൽ ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. അതിലേക്ക് ആ മുൻപോട്ടുള്ള പ്രയാണത്തിൽ എൻ്റെ ജീവിതം ആഹ്ലാദം കൊണ്ട്, സന്തോഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായിത്തീരുന്നു എന്ന ഒരു സുവിശേഷമുണ്ട്. പക്ഷെ ആ സുവിശേഷം സഭകളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സുവിശേഷമല്ല. കാരണം അത് ചുമതലയേറ്റെടുക്കേണ്ടി വരും. പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും രൂപാണ പൈസ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാനറിയാം. പക്ഷേ ജനങ്ങളുടെ ആവശ്യത്തിൽ അവരോട് സഹകരിക്കാൻ സഭകൾക്ക് എന്നും കഴിയുന്നില്ല. ഞാൻ 1970 ഒരു വർഷം തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ ഞാൻ വല്യതുറയിലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ സായാഹ്ന വേളയിലും ഞാൻ അവിടെ അടുത്തുള്ള കടൽപ്പാലത്തിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ യുവാവായ ഒരു കത്തോലിക്ക വൈദികനും കൂടെ എൻ്റെ കൂടെ വന്നിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരായി. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യം എന്നോട് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഇവിടെയുള്ള മീൻപിടുത്തക്കാർ ഒട്ടുമുക്കാലും ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളാണ്. അവർ പിടിക്കുന്ന മീനിൻ്റെ ആദായം അത് കറക്റ്റായിട്ട് 10% സഭയിൽ കൊണ്ടേൽപ്പിക്കും. പക്ഷേ 3-4 മാസം അവർക്ക് മീൻ പിടിക്കാൻ സാധ്യമല്ല. കടലമ്മ ക്ഷോഭിച്ചിരിക്കുന്ന സമയം, അന്ന് കൊടും പട്ടിണിയാണ്. ആ സമയത്ത് അവരുടെ ദാരിദ്ര്യം, അവരുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി വിദേശത്തു നിന്ന് വരുന്ന പാൽപ്പൊടിയും ചോളവും ചീസുമൊക്കെ അവർക്ക് കൊടുക്കാറില്ല. അത് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ബാക്കി പന്നികളെ വളർത്താൻ ഉപയോഗിക്കുകയും ഞങ്ങൾക്ക് നാട്ടിൽ ഇറച്ചി കഴിച്ചിട്ട് തിന്നിട്ട് വേണം എന്ന് അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് 1970 കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ ഭൗതികമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാസം, ദാരിദ്ര്യം, ഇല്ലായ്മ, വേദന, നിസ്സഹായത ഇവയൊക്കെയും ആത്മീയമായ വലിയ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ജനങ്ങളുടെ ഈ അരിഷ്ടത ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമായിരുന്നില്ല. യേശു രോഗശാന്തി ശുശ്രൂഷ നടത്തിയത് ജനങ്ങളുടെ ഭൗതികമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അരിഷ്ടതയെ ദൂരീകരിക്കാനാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചില ആളുകളിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ എൻ്റെ ശാരീരികമായ പ്രശ്നമല്ല, ഇത് ആത്മീയമായ പ്രശ്നമാണ്. ആ സാഹചര്യത്തിലാണ് ഞാൻ
പക്ഷപാത രോഗിയുടെ ഉദാഹരണമെടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമഗ്രമായ ദർശനത്തിൽ കൂടെയാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആവിഷ്കരിച്ചത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം വൈകി പോയതുകൊണ്ട് മാത്രം വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ചോദ്യം ഉന്നയിച്ച സാം ജോണിനോടുള്ള എൻ്റെ നന്ദി, സന്തോഷം, വാത്സല്യം ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി.